എന്റെ പൊന്നു നാട്ടുകാരെ, ഇത് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ തലയിൽ കുറച്ചെങ്കിലും ലോജിക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി ഫ്രീസറിന്റെ അകത്ത് അടച്ചു വെച്ചോ, ചീത്തയാവാതിരിക്കാൻ വേണ്ടി. അമ്മാതിരത്തെ കാട്ടപരാധങ്ങളാണ് സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ കാണാനായിട്ട് പോണം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മൾ ഹൃത്തിക്കണ്ണന്റെയും ജൂനിയർ NTRന്റെയും വാർ 2. അതേ സുഹൃത്തുക്കളെ, യുദ്ധം 2. EJക്ക് ഒരു മര്യാദയും കൊടുക്കാതെ 2 എണ്ണം കൂടെ വിഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന്. അതിൽ 2 എണ്ണം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോ വിളമ്പിത്തരാം. ആദ്യത്തേത് നമ്മുടെ ജൂനിയർ NTR അണ്ണന്റെ ഇൻട്രോ ആണ്. ഇയാളെ കാണിക്കുമ്പോൾ ഇങ്ങനൊരു ഉത്തക്കപ്പലിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, ചുറ്റിനും കടൽ. എന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന വെസ്റ്റും തോക്കും ചപ്പും ചവറും അമ്പും വില്ലും കോടാലിയും വലിച്ചു കുറച്ച് കളഞ്ഞതായിട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം എന്തിനാണ്, കടലിലോട്ട് മുങ്ങാങ്കുഴിട്ട് എവിടെയൊക്കെ പോവാൻ വേണ്ടിയായിരിക്കും. ഒന്ന് നാട്ടുകാരെ കുറച്ച് കഴിയുമ്പോൾ ഇയാളൊരു ഡ്രോണിൽ തൂങ്ങിയാടി ഉല്ലസിച്ച് പോണതായിട്ട് കാണിക്കുന്നു. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ വവ്വാലായിരുന്നെങ്കിൽ ഇതൊക്കെ സാധിച്ചേനെ. മനുഷ്യ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾ എന്തൊരു സാമാനം ഇളുത്ത് കയറ്റിട്ടാണ് ഇത് എഴുതി പടച്ചു വിട്ടത്. ലോജിക്കിന് നിങ്ങൾ ഒരു അംശം പോലും ബഹുമാനം കൊടുത്തിട്ടില്ല, അത് നമ്മളങ്ങ് മറക്കും. പക്ഷെ CJക്ക് നിങ്ങൾ ഒരു അംശമെങ്കിലും വില കൊടുത്തിട്ടുണ്ടാണ്. അവന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ട് നാണം കെട്ട് തലയിൽ മുണ്ടോട്ട് കണ്ടം വഴി ഇറങ്ങി ഓടിയനെ പാവം പിടിച്ചവൻ. അതേ കണക്ക് തന്നെ ഹൃത്തിക് റോഷൻ അണ്ണന്റെ ജപ്പാനിലേക്ക് ആഗതനാവുകയാണ് സുഹൃത്തുക്കളെ അണ്ണന്റെ ഇൻട്രോയ്ക്ക് വേണ്ടി. അന്നേരം ഒരു ജപ്പനീസ് അണ്ണൻ വന്നിട്ട് ഹൃത്തിക് റോഷൻ ആ സമയത്ത് നമ്മൾ അണ്ണനങ്ങ് ആഗമനിക്കും. അപ്പൊ തന്നെ ഒരു ചെന്നായ അണ്ണനെ കട്ടിച്ച് കുതറാൻ വേണ്ടി ഓടിപ്പോയിട്ട് 2 എണ്ണം പ്രേമമായിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നു. അല്ലെ ഇവരെന്തിടെ മുജ്ജമ്മത്തിൽ ഭാര്യയും ഭർത്താവ് വരുന്ന അപ്പൊ കണ്ടതേ ഉള്ളെന്ന്, അപ്പൊ തന്നെ പ്രേമാവുന്നു 2. സിനിമയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാസം കാണിക്കാൻ വേണ്ടി പട്ടികളെയൊക്കെ അങ്ങ് മെരുക്കി എടുക്കുന്നു അണ്ണന്മാര്. അത് കഴിഞ്ഞ് പല ദിക്കുന്നിട്ട് കുറെ നിഞ്ചകൾ പൊത്തടിച്ചു വരുന്നു. അണ്ണൻ എല്ലാ എണ്ണത്തിനും പുഷ്പം പോലെ വെട്ടി പീസാക്കുന്നു. അവസാനം ഒരു കയറിൽ തൂങ്ങി ഹെലികോപ്റ്റർ പൊട്ടിക്കുന്നു. വീണ്ടും ചെന്നായിട്ട് പ്രേമിച്ച് നിൽക്കുന്നു. ഇതൊന്നും അല്ലെന്ന്, ഇതിന്റെ അപ്പുറം വിളയാടിയിട്ടുണ്ടെന്ന്. ഇപ്പൊ സമയമില്ല, അടുത്ത വീഡിയോ പറയാം. ശരി, എന്നാ പോണം.